സംഭവം ഒരു മർഡറിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. 112 ഫോൺ വന്നു. അവിടെ ചെന്നപ്പോഴാണ് ഒരു മകനും അച്ഛനും കുത്തേറ്റതായിട്ട് അറിഞ്ഞത്. പിന്നെ അവിടെ ബെൻസർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ പോലീസ് പാർട്ടി അവിടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ചെന്നു. അപ്പോൾ പയ്യൻ മരിച്ചിരുന്നു. അപ്പോഴാണ് അവിടെ ഫാത്തിമ കോളേജിലെ സെൽഫ് ഫൈനാൻസ് കോളേജിൽ BBAക്ക് പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥി പെരനാണെന്ന് അറിഞ്ഞത്. തുടർന്നാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ശേഷമാണ് കൊല്ലത്തെ കടപ്പാക്കടയുള്ള മനോരമ ഓഫീസിന് മുൻവശം റെയിൽവേ ട്രാക്കിന് സമീപത്തായി ഒരു കാറ് കൃത്യത്തിനുപയോഗിച്ച വൈറ്റ് വാഗണർ കാറ് കിടക്കുന്നതായി കാണും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ റൂമിന് വേണ്ടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇയാൾ സൂയിസൈഡ്, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി സൂയിസൈഡ് എന്നറിഞ്ഞത്. ഇനിഷ്യലി നമുക്കിത് തമ്മിൽ കണക്ട് ചെയ്തൊന്നും ആദ്യം പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഈ മർഡറും ഈ സൂയിസൈഡും തമ്മിൽ കണക്റ്റഡാണെന്ന് അറിഞ്ഞത്. പിന്നീട് ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ബാക്കി 2 FIR ഇപ്പോൾ ഉടനെ രജിസ്റ്റർ ചെയ്യും. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ വൈരാഗ്യമാണോ? അത് പറയുന്നുണ്ട് അയൽവാസികൾ. നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ അയൽവാസികൾ പറയുന്നത് ഈ മരിച്ച സൂയിസൈഡ് തേജസ് രാജും ഈ കൊല്ലപ്പെട്ട പയ്യൻ്റെ സഹോദരിയും തമ്മിൽ നേരത്തെ അടുപ്പമായിരുന്നുവെന്ന്. പിന്നീട് അത് ഒരു ചെറിയ ഒരു എൻഗേജ്മെൻറ്റിലെത്തി. പിന്നീടത് പെൺകുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടിയപ്പോൾ പിന്നീട് അതിന് മാറ്റം സംഭവിച്ചു. അതിലുള്ള വൈരാഗ്യമാണെന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ അത് കൺക്ലൂസീവായിട്ട് നമുക്ക് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല.